ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ലാബ് ബോട്ടണിയെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ലാബ് സുവോളജി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ നാളെ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നാളെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കുറേ കുട്ടികൾക്ക് നാളെയാണ് മോഡൽ എക്സാം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ മോഡൽ എക്സാമിന് പോകുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ എൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിന് പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ, നമുക്ക് ലാബ് ബോട്ടണി എന്ന് പറയുമ്പോൾ ടോട്ടൽ മാർക്ക് 20 മാർക്കിനാണെന്ന് അറിയാം. വൈവിക്ക് 1 മാർക്കാണ്, റെക്കോർഡ് എന്ന് പറയുമ്പോൾ 2 മാർക്ക്. ഇപ്പം വൈവിയുടെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ അനുസരിച്ചിട്ടാണ് എനിക്കത് പറയാൻ സാധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സ്കൂളിലൊക്കെ വൈവ ചോദിക്കാറില്ല, പക്ഷേ ഞങ്ങളുടെ സ്കൂളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വൈവ ചോദിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളുകാരൊക്കെ ആണെങ്കിൽ, എല്ലാ സ്കൂളുകാരും അങ്ങനെ ആയിരിക്കും മാക്സിമം. പക്ഷേ എന്നിരുന്നാലും കുറേ സ്കൂളിലൊന്നും ചോദിച്ചിട്ടില്ലെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ രീതിയിലൊന്ന് വൈവ പഠിച്ച് വെച്ചേക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഞാനിത് പറഞ്ഞു പോകുമ്പോൾ എവിടെയാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ എവിടെയാണ് വൈവ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും അത് എത്തരത്തിൽ വരുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പോകാം, എന്നിട്ട് വൈവ എങ്ങനെ പഠിക്കണമെന്ന് കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ടൈം കളയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ചിട്ടുണ്ടാവുന്നു. കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ എല്ലാ കാര്യം പഠിച്ചെന്ന് വിചാരിക്കുന്നത്. പഠിച്ചില്ലെങ്കിലും ഇത് കണ്ടിട്ട് വീഡിയോ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ലാബ് ബോട്ടണിയുടെ നോട്ട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി ടീച്ചേഴ്സ്. കാരണം നിങ്ങളുടെ ലാബിലുള്ള അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഓരോ സ്പീഷ്യമെന്നൊക്കെ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിലുള്ള അവൈലബിലിറ്റി അല്ല നിങ്ങളുടെ സ്കൂളിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പേര് അത് മാത്രം പഠിച്ചിട്ട് പോകും, പക്ഷേ സ്കൂൾ വരുന്നത് വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സെൻഡ് ചെയ്യാത്തത്. പക്ഷേ ഇപ്പം ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സാരമില്ല, അത് വെച്ച് നോക്കി പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാനൊരു ഷോർട്സ് ആയിട്ട് എന്ത് ചെയ്യാം, എൻ്റെ സ്കൂളിൽ നിന്ന് അയച്ചിരുന്ന സ്ലൈഡ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, എക്സാമിന് നിങ്ങൾക്ക് രാവിലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് മുമ്പേ നിങ്ങളൊരു രാവിലെ 5 മണിക്കോ 6 മണിക്കൊക്കെ എണീക്കുന്ന ആളാണെങ്കിൽ അതും കൂടി ജസ്റ്റ് നോക്കിയിട്ട് പോവാം. എന്നിട്ട് ഞാനും അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ഒരു 1 2 3 4 അങ്ങനെ ഒരു 7 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ടോട്ടൽ ഉണ്ടാവുക. ആ 7 ക്വസ്റ്റ്യൻസിൽ ചെയ്യാനായിട്ടുണ്ടാവുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനും 7ാമത്തെ ക്വസ്റ്റ്യനുമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ 1ാമത്തെ ക്വസ്റ്റ്യനിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ക്രോസ് സെക്ഷൻ എടുക്കാനുള്ള ക്വസ്റ്റ്യൻസാണ്. ഇവിടെ 7ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്, ക്രോസ് സെക്ഷനാണ്. പിന്നെ അതേപോലെ 1ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാൻ അവിടെ എന്താണ്, അതിന് ട്രാൻസ്ഫർ സെക്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് അത് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് 2 ക്വസ്റ്റ്യൻസ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം. 2 3 4 ഈ 5 6 ഇത് ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ എന്താണ്, നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ്. സോ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ടീച്ചേഴ്സ്, അതായത് ഞങ്ങൾക്കിപ്പം എൻ്റെ സ്കൂളിൽ ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ബയോളജിക്ക്, അത് ബോട്ടണിക്ക് മാത്രം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സബ്ജക്റ്റ് ഞാൻ കണ്ടില്ല ഈ സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊന്നും. ടീച്ചേഴ്സ് ജസ്റ്റ് പറഞ്ഞു തന്ന് നമ്മളത് എഴുതിയെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ എൻ്റെ സ്കൂളിൽ ബോട്ടണി ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ എഴുതിയെടുക്കുന്നത് തെറ്റുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ അത് നമുക്ക് തെറ്റ് പറ്റും, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതാണ് ഒരു ഗുണമെന്ന് പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതുകൊണ്ട് നമ്മളിനി എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് തെറ്റൊന്നും വരാൻ സാധ്യതയില്ലെന്നല്ല ഇല്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്നിരുന്നാൽ നമുക്ക് മോഡലായതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മാക്സിമം നിങ്ങൾക്ക് എന്തായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ സാധ്യത കുറവാണ്. എനിക്ക് ഇപ്പം ബോട്ടണിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല, ഒരു സ്കൂൾ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോക്കോട്ട് റൂട്ട്, അങ്ങനെ ടി സെക്ഷൻ എടുക്കാനായിരിക്കും. എൻ്റെ സ്കൂളിൽ ഇപ്പം കുറച്ച് പ്ലാൻസൊക്കെ അവൈലബിൾ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്ലാൻസൊക്കെ തന്നെയായിരുന്നു. ആ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പ്ലാൻസാണ് നമുക്ക് തരാം, അതല്ലെങ്കിൽ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഇതുവരെ ചില സെക്ഷനൊന്നും ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ സെക്ഷനൊന്നും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല.
കാണുന്ന വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡൈക്കോട്ട് സ്റ്റെം ഏതൊക്കെയാണ്, നമ്മുടെ അടുത്തുള്ള ചെടികളാണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പറിച്ചെടുത്തിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ എന്ത് ചെയ്യാം, ചെയ്ത് പഠിക്കാം. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എന്താണ് ഈ ടി സെക്ഷനൊക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടാവുമെന്നാണ്, അല്ലെങ്കിൽ സ്കൂളിലെങ്കിലും വെച്ച് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. എനിക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിൽ വെച്ച് ചെയ്തപ്പോൾ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ആന്തറൊക്കെ എടുത്ത് പഠിച്ചപ്പോഴാണ് സത്യത്തിൽ എനിക്ക് TS അല്ലെങ്കിൽ ക്രോസ് സെക്ഷനൊക്കെ എടുക്കാനായിട്ട് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇവിടെ സമയം നിങ്ങൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സ്ഥലത്ത് സ്പീഷ്മെൻ എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ ടീച്ചേഴ്സ് പറയും സ്പീഷ്മെൻ A എന്നായിരിക്കും ടീച്ചർ പറയുക, ഒരിക്കലും ക്വസ്റ്റ്യൻ നമ്പർ പറയത്തില്ല. സ്പീഷ്മെൻ A ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ വേറെ കുറച്ചുകൂടി കാര്യങ്ങളൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മാണോ മോണോക്കോട്ട് സ്റ്റെമ്മാണോ മോണോക്കോട്ട് റൂട്ടാണോ, ഇതിൽ ഡൈക്കോട്ട് റൂട്ട് അങ്ങനെ ചോദിച്ച് കാണാറില്ല. ചില സ്കൂളിലുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ മോസ്റ്റ് ഓഫ് ടൈം അത് കാണാറില്ല. എന്നിരുന്നാലും നിങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ചാനലിൽ ഈ പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് എങ്ങനെയാണത് കട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണാനായിട്ട് റിക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അതിൽ കുറച്ച് തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും, മറ്റുള്ള ചാനൽസ് ഇപ്പം എക്സാമിനർ, എജുപോർട്ട്, പിന്നെ സൈല, അങ്ങനെ കുറച്ച് ചാനൽസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്തതനുസരിച്ച് കാണാം. പിന്നെ ഞാൻ കാണുന്ന ഏത് വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ഞാൻ എജുപോർട്ടിൻ്റെ വീഡിയോസാണ് മോസ്റ്റ് ഓഫ് ടൈം കാണാറുള്ളത്, റെക്കോർഡ്, അതായത് ഈ ലാബിനെ റിലേറ്റ് ചെയ്തിട്ട്. സോ എജുപോർട്ട് എനിക്ക് തോന്നിയത് എന്താണ്, നിങ്ങൾക്ക് ഞാൻ റിക്കമെൻഡ് ചെയ്യുന്നത് എജുപോർട്ടാണ്. കാരണം എനിക്ക് കൂടുതലും നന്നായി മനസ്സിലാകുന്ന എജുപോർട്ടാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അത് ഓരോ കുട്ടികളനുസരിച്ചാണ്, പക്ഷേ ഞാൻ നോക്കുന്നതനുസരിച്ച് അതാണ് ഞാൻ കൂടുതലും നോക്കുന്നത്, അതാണ് എനിക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷനൊക്കെ അങ്ങനെയുള്ള ചാനൽ കയറി കാണാം. അപ്പോൾ നിങ്ങൾ സെക്ഷൻ എടുക്കുന്നതൊക്കെ നന്നായിട്ട് പഠിച്ച് തിന്നായിട്ട് എടുക്കാൻ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ മോഡലിന് തലേ ദിവസമാണ് ഇതൊക്കെ അറിയുന്നത് എന്നുള്ള ഒരു വിഷമമൊന്നും വേണ്ട. മോഡലാണ് എങ്കിലും നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഇനി നമുക്കെന്താണ് അങ്ങോട്ട് ഇനി പബ്ലിക് ആവാനായിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട്. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ വന്ന തെറ്റുകൾ തിരുത്താനായിട്ടൊക്കെ സമയമുണ്ട്. സോ അതുകൊണ്ട് അതിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിൽ കൊണ്ടുപോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ഞാൻ ഇവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാർക്കിൻ്റെ കാര്യം ഇവിടെ എഴുതിയിട്ടത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വായിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും എത്ര മാർക്കാണെന്ന്. പ്രിപ്പറേഷൻ 2 മാർക്കാണ്, പിന്നെ ഐഡൻറ്റിഫിക്കേഷന് 1.5 മാർക്കാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ റീസൺസ് എഴുതണം. അതിന് മുമ്പ് റീസൺസ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ എന്താണോ കണ്ടത് അതിനെക്കുറിച്ചൊരു ലേബിൾഡ് ഡയഗ്രാം, ഇപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മാണെങ്കിൽ അത്, മോണോക്കോട്ട് റൂട്ടാണ് സ്റ്റെമ്മാണെങ്കിൽ അത്, അങ്ങനെയുള്ള രീതിയിൽ എഴുതണം. അപ്പോൾ നിങ്ങളൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതൊരു സമയത്ത് നിങ്ങൾ വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ, അപ്പം നിങ്ങളെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനത്തെ ഐഡൻറ്റിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരിക്കലും ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കരുതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ കുറേ ഫോട്ടോസ് കാണിക്കും, ഡൈക്കോട്ട് സ്റ്റെം ഇതാണ്, മോണോക്കോട്ട് സ്റ്റെം ഇതാണ്, മോണോക്കോട്ട് റൂട്ടാണ്, അങ്ങനത്തെ രീതിയിൽ പഠിച്ച് മാത്രം പോകരുത്. എന്ന് വെച്ചാൽ അത് നോക്കരുത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ അത് നോക്കണം, നിങ്ങൾക്ക് ആ സ്ട്രക്ചർ അറിഞ്ഞാലേ ലേബിൾഡ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റൂ, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ അത് മാത്രം നോക്കി പോകരുത്, അത് ഉറപ്പായിട്ട് നോക്കണം, എന്നാൽ മാത്രമേ ലേബിൾഡ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അത് മാത്രം നോക്കിയിട്ട് പോരുത്, നിങ്ങൾ ഉറപ്പായിട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഇമേജ് കണ്ടിരിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളുകാർ എന്ത് ചെയ്യും, കാണിച്ചിട്ടുണ്ടാവും, അത് ടീച്ചേഴ്സൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പല കുട്ടികളും എപ്പോഴും എന്താണ്, നമുക്ക് അത് മോണോക്കോട്ട് സ്റ്റെമ്മോ റൂട്ടും ഡൈക്കോട്ട് റൂട്ടൊക്കെ സ്റ്റെമ്മൊക്കെ കണ്ടിരിക്കണമെന്നില്ല. ചിലപ്പോൾ ടീച്ചേഴ്സ് കാണിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയത് കാണാതെ വരാം. എന്നിരുന്നാലും നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിക് ഇമേജസ് എന്ന് ചോദിക്കണം. അത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെയും മോണോക്കോട്ട് റൂട്ടിൻ്റെയൊക്കെ മൈക്രോസ്കോപ്പിക് ഇമേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമേജ് കണ്ടിട്ട് പോകരുത്, കുറച്ചധികം ഇമേജസ് കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇമേജ് വന്നാലും അത് കണ്ടെത്താൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഞാനിത് അവിടെ ചെന്ന് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണ് ഓരോ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനത്തെ ഒരു ഭാഗം കൂടി ഉണ്ട്, അതും കൂടി മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളത് വരുന്നത് കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ 1 ആണിത്.
അപ്പോൾ ക്വസ്റ്റ്യൻ 2 എന്ന സമയത്ത് ഈസിയാണ്, പക്ഷേ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്ന്. കാരണം വെച്ചാൽ ക്വസ്റ്റ്യൻ 2 എന്ന സമയത്ത് 2 മെറ്റീരിയൽസ് ഉണ്ട്, ഒന്ന് ബിയും ഒന്ന് സിയും. അപ്പോൾ ഇതിൽ ബി എം സി എന്ന സമയത്ത് ബയോടെക്നോളജി, മൈക്രോസ്കോപ്പി സ്ലൈഡ്സ്, മാക്രോസ്കോപ്പി സ്പീഷിമെൻസ്, വെജിറ്റേറ്റീവ് പ്രൊപ്പിക്യൂൾസ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പിക്യൂൾസ് ഒന്നും നമ്മുടെ സ്കൂളിലില്ല. സത്യത്തിൽ ടീച്ചർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ പറഞ്ഞ് നമുക്ക് ലാബിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. മറ്റേതെങ്കിലും സ്കൂളിൽ ഇത് കൊടുക്കുന്നുണ്ട്, അതിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പിക്കൾസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് സാധാരണ നമ്മളെ സ്കൂളിൽ ഇപ്പം ചെയ്യാറില്ലാത്തൊരു ഭാഗമാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പിക്കിൾസ്. എന്നിരുന്നാലും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ ഈ സത്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പിക്കിൾസ് സമയത്ത് ഈ ഓനിയനും അതേ തന്നെ പൊട്ടറ്റോ, ജിഞ്ചർ അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നിട്ട് അതിൻ്റെ രീതിയിൽ എഴുതാനായിട്ടുള്ളതാണ്. അത് നിങ്ങൾ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പിക്കിൾസിൻ്റെ കാര്യം മനസ്സിലാക്കിയത് കേട്ടോ. എനിക്ക് കൂടുതൽ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് ചോദിക്കുന്ന ബയോടെക്നോളജി, മാക്രോസ്കോപ്പി, മൈക്രോസ്കോപ്പിക് സ്ലൈഡ്സ് ആണ്. അതെന്ന് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി സ്കൂൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ ബയോടെക്നോളജി, മാക്രോസ്കോപ്പി, മൈക്രോസ്കോപ്പി സ്പീഷിമെൻസ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. സ്ലൈഡ്സ് ഞാൻ പിന്നീട് ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ എഴുതിയാണ് വെച്ചിട്ടുള്ളത്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് ബയോടെക്നോളജി എന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മുടെ സ്കൂൾ ഈ ബയോടെക്നോളജിയുടെ ഭാഗം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കാരണം എന്ന് വെച്ചാൽ BT കോട്ടൺ, ബയോ റിയാക്ടർ, ക്ലോണിംഗ് വെക്ടറൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. BT കോട്ടൺ കണ്ട് നമുക്ക് അറിയാം, ക്ലോണിംഗ് വെക്ടർ കണ്ടറിയാം, ബയോ റിയാക്ടർ കണ്ടറിയാം. എനിക്ക് സത്യത്തിൽ സ്കൂളിൽ ചോദിച്ചത് ഈ ബയോ റിയാക്ടറും ക്ലോണിംഗ് വെക്ടറും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ബിയും സി ആയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാക്രോസ്കോപ്പിക് സ്ലൈഡ്സ് ആയിട്ട് പിന്നെ മാക്രോസ്കോപ്പിക്കാണ് താഴെ എഴുതിയിട്ടുള്ളത്. അപ്പം മൈക്രോസ്കോപ്പിക് സ്ലൈഡ്സ് സമയത്ത് ഓസിലിറ്റോറിയ, റൈസോപെസസ്, വൈറോഗൈറ, മോസി പ്രോട്ടോണിയം, അതുതന്നെ ഫോണം താലസ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്ലൈഡ്സ് അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. അത് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് സ്ലൈഡ്സ് ആണ്. ഇത്രയും സാധനങ്ങൾ എന്തായിരിക്കും, സ്ലൈഡ്സ് ആയിരിക്കും. അതുതന്നെ മാക്രോസ്കോപ്പി എന്ന് പറയുന്ന സമയത്ത് സ്ലൈഡിൽ പ്രിപ്പയർ ചെയ്യുന്നതല്ല, കുറച്ചുകൂടി വലിയ സംഭവങ്ങളാണ്. അതിങ്ങനെ നിരത്തി വെച്ചിരിക്കും. എന്നിട്ട് ഇതെന്താണെന്നൊക്കെ ടീച്ചർ പറയും. അതിൽ എയും ബി ഒക്കെ സ്പോട്ട് ചെയ്ത് ബിയും സിയും സി സ്പോട്ട് ചെയ്തിരിക്കും. ഓക്കെ, ബി എന്ന് പറയുന്ന ബയോടെക്നോളജിയുടെ ഭാഗത്തു നിന്നായിരിക്കും. സി എന്ന് പറയുമ്പോൾ ഇതിന്ന് ഏതെങ്കിലും ഒന്നിലായിരിക്കും നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത്. അങ്ങനെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. പക്ഷേ എനിക്ക് 2 കിട്ടിയപ്പോൾ BT കോട്ടണും ക്ലോണിംഗ് വെക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി വെച്ചേക്കാം, അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പം മാക്രോസ്കോപ്പി സ്പീഷിമെൻ എന്ന് പറയുമ്പോൾ സർഗാസിയം ഒക്കെ ചോദിക്കും. എനിക്ക് സർഗാസിയം എനിക്ക് എനിക്ക് ബി വെച്ചിരുന്ന സമയത്ത് BT കോട്ടറാണ് കിട്ടിയത്. ക്ലോണിംഗ് വെക്ടർ എനിക്കല്ല കിട്ടിയത്, വേറെ കുട്ടിക്ക്. ഞാൻ അതിൻ്റെ ഓർമ്മയിലാണ് പറഞ്ഞത് കേട്ടോ. ബി എന്ന് പറയുമ്പോൾ എനിക്ക് BT കോട്ടറാണ് കിട്ടിയത്. പിന്നെ സിയിൽ എനിക്ക് കിട്ടിയത് സർഗാസിയമാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ നിങ്ങൾക്ക് സർഗാസിയ വരാം, പൈനസ് മെയിൽ കോൺ വരാം, പൈനസ് ഫീമെയിൽ കോൺ വരാം, ഫിനേറിയ വരാം, ഗാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ് അങ്ങനെയൊക്കെ വരാം. പിന്നെ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പിക്കിൾസിൻ്റെ കാര്യം എനിക്ക് അത്ര ഉറപ്പില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്കതിനെക്കുറിച്ച് അത്ര അറിയത്തില്ല. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സമയത്ത് സ്റ്റേജസ് ഓഫ് മൈറ്റോസിസ് ആണ്. സാധാരണയായിട്ട് 2 ഫേസ് ചോദിക്കാറുള്ള, അനാഫേസും മെറ്റാഫേസും. കൂടുതൽ ഫേസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഈ 2 ഫേസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നാളെ നോക്കിയിട്ട് പോവുക. നിങ്ങൾക്ക് കുറേ സമയം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് സാധ്യത ചെറുതായിട്ടേ ഉള്ളൂ എന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടില്ലേ. അത് പിന്നീടൊക്കെ നിങ്ങൾക്ക് പബ്ലിക്കിന് ഇരുന്ന് നോക്കിയാലും മതിയാകും. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകും കേട്ടോ. അത് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോക്കോട്ട് സ്റ്റെമ്മ്, മോണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ട് ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ നോക്കണ്ട, നിങ്ങളിപ്പോൾ 3 നോക്കിയിട്ട് പോവാം. ഓക്കെ, കാരണം അത്ര സമയമുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു വെജിറ്റേറ്റീവ് പ്രൊപ്പിക്കിൾസ് ചോദിച്ച് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ ഈ വർഷം മോഡലൊന്നും കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് അത് നോക്കേണ്ടതല്ല. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് പോകുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ എക്സാമിന് നിങ്ങൾ ലാബിൽ പോകുന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ലാണ്.
കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പിന്നെ പബ്ലിക്കിന് നിങ്ങൾ ടീച്ചറിന് ചോദിച്ചാൽ അത് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഫൈനലൈസ് ചെയ്തിട്ട് പിന്നെ പബ്ലിക്കിന് പഠിച്ചുകൊണ്ടൊക്കെ പോയാൽ മതി. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻസ് അടുത്ത് അനാഫേസ് മെറ്റാഫേസാണ്. ഫസ്റ്റ് അത് മൈക്രോസ്കോപ്പിക് സ്ലൈഡ്സ് ആയിട്ട് വെച്ചേക്കും. നിങ്ങൾ പോയി ഐഡൻറ്റിഫൈ ചെയ്യുക. അത് നിങ്ങൾ സ്റ്റേജസ് എന്ന് വ്യക്തമായിട്ട് എഴുതുക. അതാണ് അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവിടെ ആ സെക്ഷനിൽ 1 മാർക്കാണ് കിട്ടുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ഫിസിയോളജി എക്സ്പെരിമെൻ്റ് ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് വൈവ വരുന്നത്. ഈ വൈവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പിക്ചേഴ്സൊക്കെ കാണിച്ചിരിക്കും. അത് ഹൈഡ്രൽ എക്സ്പെരിമെൻറ്റ്, അതേപോലെ തന്നെ പിന്നെ ഏത് എക്സ്പെരിമെൻ്റാണ് നമുക്കിങ്ങനെ അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ അതിൽ ഈസ്റ്റ് ഫെർമെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എക്സ്പെരിമെൻ്റൊക്കെ വെച്ചിരിക്കും. എന്നിട്ട് അതിലിങ്ങനെ ഓക്സിജൻ്റെ, അതായത് നിങ്ങൾക്ക് ഇപ്പം ഹൈഡ്രൽ എക്സ്പെരിമെൻ്റൊക്കെ ആണെങ്കിൽ എന്താണെന്ന് അറിയാലോ, അതിലൊരു സാധനം ഇങ്ങനെ തിരിച്ച് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ റെക്കോർഡ് ബുക്കാണ്. അപ്പോൾ ഇത് ഞാൻ അത്ര വൃത്തിയായിട്ട് വരച്ചിട്ടില്ല. ഞാൻ എനിക്ക് അത്ര വശമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെയാണ് എഴുതിയിട്ട് വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഇവിടെ മാർക്ക് ലേബൽ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് വൈവോ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇത് ഒരു ബീക്കറാണ്. അതൊന്നും ചോദിക്കത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ല. ബീക്കറാണ്. ആ ബീക്കറിൽ ഈ തിരിച്ച് വെച്ചിരിക്കുന്നത് ടെസ്റ്റ് ട്യൂബാണ്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനിയുള്ളത് ശ്രദ്ധിക്കുക, ഈ ടെസ്റ്റ് ട്യൂബാണ്. ഈ ടെസ്റ്റ് ട്യൂബിന് അകത്ത് അകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ ചിലപ്പോൾ ലേബൽ ചെയ്ത് വരച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ടീച്ചർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വരച്ച് കൊടുക്കുന്ന സമയത്തല്ല, വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സ് അടുത്ത് വന്നിട്ട് ചോദിക്കും, ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്സിജൻ ബബിൾസ് ആണ്. പിന്നെ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഹൈഡ്രൽ എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഏതാണ് ചോദിക്കും. അപ്പോൾ ഹൈഡ്രലിനെയാണെന്ന് മനസ്സിലാക്കണം. ഇതിൽ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 2 സാധനങ്ങൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഫണലും അതിൻ്റെ ടെസ്റ്റ് ട്യൂബ് ആണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ കുറച്ച്. പിന്നെ അദ്ദേഹത്തിന് ഇതിൻ്റെ എയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പായിട്ട് റെക്കോർഡ് ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എയിമും വരയ്ക്കണം, ലേബിൾഡ് ഡയഗ്രം വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. അത് എന്തൊക്കെയാണ് അതിൽ നിറച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ എയിം ഉറപ്പായിട്ട് ടീച്ചേഴ്സ് ചോദിക്കും. അത് എന്തായാലും നിങ്ങൾ പഠിച്ച് വെച്ചേക്കണം. കാരണം അത് എഴുതാനും പറയും, ചോദിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു എക്സാമ്പിളും കൂടി ഞാൻ ഇതും കൂടി പറഞ്ഞു തരാം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് തരുന്നെങ്കിൽ ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് എന്താണ് ചോദിക്കും, ഈ സംഭവം ഉണ്ടല്ലോ ഇതെന്താണ് ചോദിക്കും. അതിനെ ഇത് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ വെച്ചിരുന്ന സമയത്ത് ഒരു കുട്ടിയത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സംഭവത്തിനത് ടെസ്റ്റ് ട്യൂബ് അല്ല, ഇവിടെയുള്ള ഈ ഒരു സംഭവം ഇതെനിക്ക് തോന്നുന്നത് സത്യത്തിൽ ക്ലോണിക്കൽ ഫ്ലാസ്ക് ആണോ, അത് ഷേപ്പ് അനുസരിച്ച് ഞാൻ വരച്ചതനുസരിച്ച് എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, വേണം ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ മറ്റത് എന്തായാലും ഈ ഒരു സംഭവമായിരിക്കും. എന്തായാലും അതിൻ്റെ അകത്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% ഗ്ലൂക്കോസും സൊല്യൂഷൻ പ്ലസ് ഈസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ലൈം വാട്ടറാണ്, ടെസ്റ്റ് ട്യൂബിനകത്ത് ലൈം വാട്ടറാണ് മനസ്സിലാക്കുക. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഡെലിവറി ട്യൂബാണ്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേസിക്കലി മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് അവിടെയുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു പൂ തരും, ആ പൂവിൻ്റെ കാലിക്സോ കൊറോളയോ ഗൈനീഷോ എഴുതാനായിട്ട് പറയും. ആ 3 ടെക്നിക്കലായിട്ടുള്ള ടേംസ് എന്ത് ചെയ്യുക, പഠിച്ച് വെച്ചിട്ട് എഴുതുക. അത് ഈസിയാണ്. ടീച്ചേഴ്സ് തരും ഏതൊക്കെ ഫ്ലവേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അത് ഏതൊക്കെയാണ് നിങ്ങൾ എഴുതാനായിട്ട് പറയും. അത് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ച് എഴുതാം. ഓക്കെ, പിന്നെ 6 ഈസിയാണ്, കാരണം സൈക്കോളജി ഇൻട്രാക്ഷൻസ് ആണ്. നിങ്ങൾ പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈക്കൺസും വേണ്ടൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ടീച്ചർ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് നോക്കുക അതെങ്ങനെയാണ്. പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ മരത്തിൻ്റെ മുകളിലൊന്നും ഇരിക്കുന്ന സംഭവത്തെ നോക്കുക. പക്ഷേ എന്നിട്ട് ഈ നമ്മൾ ലാബിലൊക്കെ വെച്ചിരിക്കുന്ന വാൻഡയും കസ്ക്യൂട്ടയൊക്കെ എങ്ങനെയാണെന്ന് കൂടി ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ട്രീയിലിരിക്കുന്ന മാത്രമല്ല, മരത്തിരിക്കുന്ന മാത്രമല്ല, നമ്മളിപ്പം അത് ഇങ്ങനെ അതിനെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ലാബിൽ, എങ്ങനെയാണ് ഒരു ലിക്വിഡ് ഇട്ടല്ലേ വെച്ചിരിക്കുന്നത്, ആ രീതിയിൽ ഇരിക്കുമ്പോൾ ആ ഒരു പിക്ചറും കൂടി എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ മരത്തിൽ ഇരിക്കുന്ന പോലെ അല്ല, ഈ വെള്ളത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് കുറച്ച് പാടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എനിക്ക് കിട്ടിയ ലൈക്കൺ ആണ്, പക്ഷെ എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അത് ലൈക്കൺ ആണോ എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. പിന്നീടാണ് മനസ്സിലായത് ലൈക്കൺ ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാലും മതി. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി.
ചിലപ്പോൾ എൻ്റെ ഞാൻ അവിടെ നോക്കിയ സമയത്ത് എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നു ലൈക്കനാണെന്ന് അറിയാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾ ലാബിൽ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ പ്രശ്നമില്ല, പക്ഷെ അതും കൂടി നോക്കി വയ്ക്കുന്ന നല്ലതായിരിക്കും. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അത് ക്രോസ് സെക്ഷൻ ഓഫ് ഗീവൺ സ്പീഷിമൻ എച്ച്. അതെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആന്തറിനെ കട്ട് ചെയ്തെടുക്കുക, സെക്ഷൻ പ്രിപ്പയർ ചെയ്ത് അവിടെ വയ്ക്കുക. പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു പടം വരയ്ക്കുക. പടം വരച്ചതിന് ശേഷം അതിന് ലേബിൾഡ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുക. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ ഡയറിക്ക് 2 മാർക്കുണ്ട്, വൈവിക്ക് 1 മാർക്കുണ്ട്. പ്രാക്ടിക്കൽ എക്സാം അങ്ങനെ മൊത്തം 17 മാർക്കാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ വരെ ക്വസ്റ്റ്യൻസ്, അതായത് ഇത്രയും ക്വസ്റ്റ്യൻ വരെ 7ാമത്തെ ക്വസ്റ്റ്യൻ വരെ 17 മാർക്കാണ്. ഈ 3 മാർക്ക് കൂടി ചേർത്ത് 20 മാർക്കായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബയോബോട്ടണിക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. ഓക്കെ, അപ്പം ഞാൻ മറ്റേ സ്ലൈഡിൻ്റെ കാര്യമൊക്കെ ഇട്ടേക്കാം. അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് പോവാം. താങ്ക് യു.